ഓക്കെ മക്കളെ, എല്ലാവർക്കും സീറ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മുതൽ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8ൻ്റെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ആണ്. ക്ലാസ് 8ൻ്റെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അതായത് അധിനിവേശവും ചേർത്ത് നിൽപ്പും. ആ വാക്കിൽ നിന്ന് തന്നെ ഉണ്ട് വിദേശ ശക്തികൾ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ അധികാരവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കവർന്നെടുക്കുന്നു. അധികാരം കവർന്നെടുത്ത് അവരുടെ ഭരണം അത് ഈ പറഞ്ഞ കോളനികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റിലെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചുള്ള ഭാഗമാണ്. അവര് ഈസ്റ്റ് ഇൻഡീസിലേക്ക് ആദ്യമായിട്ട് ഒരു കപ്പൽ വ്യൂഹത്തെ അയക്കുകയാണ്. കുറേ കപ്പലുകൾ അടങ്ങുന്ന ഒരു കൂട്ടത്തെ അയക്കുകയാണ്. 1601 ഏപ്രിലായിരുന്നു അത് അയച്ചത്. 1601 ഏപ്രിലായിരുന്നു. അപ്പോൾ 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ ഏതൊക്കെയാണ് അസെൻഷൻ, അതുപോലെ ഡ്രാഗൺ, അതുപോലെ ഹെക്ടർ, പിന്നെ സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്ന് ജാവയിൽ നിന്നും കുരുമുളക് കയറ്റി എങ്ങോട്ടേക്ക് പോകുന്നു? തിരിച്ച് ഈ പറഞ്ഞ രാജ്യത്തേക്ക് വരുന്നു, ഇവിടെ ഇംഗ്ലണ്ടിലേക്ക് തിരികെ വരുന്നു. പക്ഷേ നോക്കൂ, 1604 മാർച്ചിലാണ് അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഒരു സെക്ഷൻ ആൾക്കാരെ അയക്കുന്നു, അത് കഴിഞ്ഞ് സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കുരുമുളകും കൊണ്ട് തിരിച്ചു വരുന്നു. അതിനുശേഷം വീണ്ടും 1604 വീണ്ടും രണ്ടാം ദൗത്യം ആരംഭിച്ചു. പക്ഷേ മടക്കയാത്രയിൽ ഒരു വലിയൊരു സംഭവം സംഭവിച്ചു. എന്താന്ന് വെച്ചാൽ സൂസൻ കടലിൽ വെച്ച് തകർന്നുപോയി. സൂസൻ എന്ന് പറയുന്ന കപ്പല് കടലിൽ വെച്ച് തകർന്നുപോയി. എന്നിരുന്നാലും ബാക്കിയുള്ളവരെ തിരിച്ചു വരുമ്പോഴേക്കും, അതായത് അസെൻഷനും ഡ്രാഗണും പിന്നാലെ വന്ന ഹെക്ടർ എന്ന് പറയുന്ന കപ്പലെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതും തകർന്നു പോകുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു? അവര് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. 1606 മെയ് മാസത്തില് അവര് കുരുമുളകും ഗ്രാമ്പൂവും അതുപോലെ ജാതിക്കയൊക്കെ നിറച്ച കപ്പലുകളുമായിട്ട് തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരവിൽ അവർക്ക് ലഭിച്ച ലാഭം എന്ന് പറഞ്ഞാൽ മുടക്കു മുതലിന്റെ 95%. അതായത് എത്രയാണോ അവർ കാശ് ചെലവാക്കിയത് അതിൻ്റെ 95% അവർക്ക് ലാഭമായിട്ട് തിരിച്ചു കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാചീന കാലം മുതൽ, പണ്ട് മുതലേ തന്നെ യൂറോപ്യന്മാർക്ക് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. പണ്ട് മുതൽ തന്നെ യൂറോപ്യന്മാർക്ക് ഏഷ്യയും അതുപോലെ മറ്റ് കോണ്ടിനെന്റുമായിട്ടൊക്കെ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്യൻസ് ഹാഡ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ഫ്രം ഏൻഷ്യൻ ടൈംസ്. അപ്പോൾ ഏഷ്യയും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി എന്താണ്, ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയുണ്ടായി. അതിന് ചില കാരണങ്ങളുണ്ട്. എന്താണ് ആ കാരണങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, നമുക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്നു. കണ്ടോ, യൂറോപ്യൻസിന് മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു ട്രേഡ് റൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്തോ സംഭവിക്കുന്നു. എന്താണത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ആ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കണം. അപ്പൊ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമുക്ക് നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ? യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ്. അപ്പോൾ ഈ പ്രദേശം ഓട്ടോമൻ തുർക്കികൾ കീഴടക്കി. എപ്പോഴാണ് കീഴടക്കിയത്? 1453 തുർക്കികൾ ഇവിടെ പിടിച്ചടക്കുന്നത്. ഈ തുർക്കികൾ പിടിച്ചടക്കിയ ശേഷം പിന്നെ യൂറോപ്യൻസിന് ഏഷ്യയിലേക്ക് വരാനുള്ള മാർഗമില്ലാതെയായി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കപ്പലുകൾ വഴി അല്ലെങ്കിൽ കടലുകൾ വഴി ഈ മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് കോണ്ടിനെന്റുകളിലേക്ക് ഇവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരാൻ കാരണമായത്. മനസ്സിലായോ?
അപ്പോൾ സമ്പത്ത് തേടി ഇവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു വഴിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പക്ഷെ അതെന്ത് ചെയ്തു? തുർക്കികൾ പിടിച്ചടക്കി. തുർക്കികൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ അതുവഴി വരാൻ പറ്റത്തില്ല, അവർ കടത്തി വിടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് മറ്റു വഴി കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് അവര് സമുദ്രം കറങ്ങി എവിടേക്ക് വരുന്നത്? ഏഷ്യയിലേക്ക് വരുന്നത്. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ റീസൺ ഫോർ ഫൈൻഡിങ് എ സീ റൂട്ട്? അവര് സീ റൂട്ട് കണ്ടെത്തുന്നതിന് കാരണമായിട്ടുള്ള പ്രധാന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാന റീസൺസ് എന്തൊക്കെയാണ്? ഒന്ന്, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്പ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. അപ്പോൾ അവര് കടലിൽ സഞ്ചരിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല നല്ല ഷിപ്പുകൾ ഉണ്ടാക്കുന്നതിനും പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അവർ കൊണ്ടുവന്നു. അതായത് ടെക്നോളജി കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നു. ഇനി ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി. അവര് ഭൂമിശാസ്ത്രത്തെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഇനി അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. ഇപ്പോൾ മാപ്പ് ഉണ്ടാക്കുന്നതിലും അതുപോലെ കോമ്പസ് കണ്ടുപിടിക്കുന്നതിലൊക്കെ അവര് കുറച്ചുകൂടെ മുന്നേറി. ഇപ്പോൾ നോക്കി, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? വാട്ട് ആർ ദ മെയിൻ റീസൺ ഫോർ ഫൈൻഡിങ് എ സീ റൂട്ട്? ഇപ്പോൾ യൂറോപ്യൻസ് ഒരു സീ റൂട്ട് കണ്ടെത്തുന്നതിനുണ്ടായ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. പിന്നെ ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജോഗ്രഫി, advances made in compass and map making. ഇനി travel writings by voyagers provided knowledge about new territories and their wealth. അതായത് സഞ്ചാരികൾ, ഈ പറഞ്ഞ സഞ്ചാരികൾ ഒരുപാട് പേരുണ്ട്. മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനത്തെ ആൾക്കാര് ലോകം മുഴുവൻ സഞ്ചരിച്ചു വന്നതിന് ശേഷം ഈ ഇവരുടെ രാജ്യങ്ങളിൽ വന്നിങ്ങനെ കഥകൾ പറയാണ്. ഇവിടെ ഇത്ര സമ്പത്ത് കണ്ടു, ഇവിടെ ഇങ്ങനെയായിരുന്നു, അവിടെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് കണ്ട് ആഗ്രഹിച്ച കച്ചവടക്കാരെന്ത് ചെയ്യുന്നു? എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം, എന്നിട്ട് അവിടുത്തെ സമ്പത്ത് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി അവര് എന്താണ് വഴികൾ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഷിപ്പ് ബിൽഡിങ്, നല്ല ഷിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്, ജോഗ്രഫിയെ നന്നായി പഠിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത്, മാപ്പ് മേക്കിംഗ് തുടങ്ങിയത്, അതുപോലെ കോമ്പസുകൾ, നല്ല കോമ്പസ്, ദിശ കണ്ടെത്താനുള്ള കോമ്പസുകൾ പണിയാൻ തുടങ്ങിയത്. ഇനി എന്താണ്? ദ കൊമേഴ്സ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്റ്റ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. ഉണ്ടോ? പെപ്പർ, കുരുമുളകിന്റെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ് യൂറോപ്യൻ. അപ്പൊ യൂറോപ്യൻസിന് കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്, അതും ഒരു കാരണമാണ്. ഇനി ഒരു മറ്റു വഴികൾ കണ്ടെത്താനുണ്ടായ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതാണ് കാരണം. കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ തുർക്സ്. അപ്പൊ നമ്മൾ അതിന്റെ മലയാളം വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും എന്താണ്? യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിൽ, അല്ലെ എന്താണ്, യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലുണ്ടായ സാങ്കേതിക വിദ്യ, അതുപോലെ എന്താണ്, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ഇനി ദിശ കണ്ടെത്താൻ സാധിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം, ഇവയിലുണ്ടായ പുരോഗതി, പിന്നെ യാത്രാ വിവരണങ്ങൾ ആര് നൽകി? സഞ്ചാരികൾ നൽകിയ യാത്രാ വിവരണങ്ങൾ കാരണമായി. പിന്നെന്താണ്? കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കച്ചവട സാധ്യത ഉണ്ടായിരുന്നു യൂറോപ്പിൽ. പിന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അങ്ങനെ ഏകദേശം 6ഓളം കാരണങ്ങളുണ്ട്. 6ഓളം കാരണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഓക്കെ, അങ്ങനെ ഏഷ്യയിലേക്ക് ട്രേഡ് റൂട്ട് അവർ കണ്ടെത്തി. ഏഷ്യയിലേക്ക് വരാനുള്ള ട്രേഡ് റൂട്ടുകൾ അവർ കണ്ടെത്തി. അങ്ങനെ ആദ്യമായിട്ട് ഏഷ്യയിലേക്ക് വരുന്ന ഒരു യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ഈ ഏഷ്യയിലേക്ക് വരുന്ന യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസ് വേർ ദ ഫസ്റ്റ് യൂറോപ്യൻ റീച്ച്ഡ് ഇന്ത്യ ബൈ സീ. ഈ കടലിലൂടെ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ വിദേശികളാണ് ആര്? പോർച്ചുഗീസുകാർ. കടലിലൂടെ ഇന്ത്യയിലേക്ക് വന്ന ആദ്യ വിദേശികളാണ് പോർച്ചുഗീസുകാര്. അപ്പൊ ആരാണ് വന്നത്? വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് വന്നത് കേട്ടോ. വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരാളാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് ആരാണ്? വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള ഒരു കപ്പൽ പടയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. പോർച്ചുഗൽ ലിസ്ബണിൽ നിന്ന് ആരംഭിച്ച യാത്ര അവർ എവിടേക്ക് വരുന്നു? ഈ ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം താണ്ടി അവിടെ നിന്ന് സഞ്ചരിച്ച് എന്താണ് മഡഗാസ്കർ വഴി അല്ലെ, അതുപോലെ തന്നെ ഇതുവഴി സഞ്ചരിച്ച് നമ്മുടെ മൺസൂൺ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അവരെവിടേക്ക് വരുന്നു? ഇവിടെ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ എവിടെയാ അവർ വന്നത്? കേരളത്തിലെ 1498 അവർ വന്നത് കോഴിക്കോടിനടുത്തുള്ള
കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് വരുന്നത്? വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു കേട്ടോ. ഇന്ത്യയില് യൂറോപ്യന്മാരുടെ ആധിപത്യത്തിന് വഴി തുറന്ന ഒരു സംഗതിയാണ് ഏത്? പോർച്ചുഗീസുകാരുടെ വരവ് അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമയുടെ വരവ്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരാണ്? സാമൂതിരി രാജവംശമാണ് നാള് കോഴിക്കോട് ഭരിച്ചിരുന്നത് കേട്ടോ. അവര് പ്രധാനമായും അറബികളായിരുന്നു പ്രധാനമായും അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന ആരാണ്? അറബികളാണ്. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ പറഞ്ഞു എന്താണ്? വ്യാപാര അനുമതി നൽകണം. ആരോട് പറഞ്ഞു? വാസ്കോ ഡ ഗാമ സാമൂതിരിയോട് പറഞ്ഞു എന്താണ്? വ്യാപാര അനുമതി നൽകണം. പക്ഷേ പുള്ളി സമ്മതിച്ചില്ല, സാമൂതിരി അംഗീകരിച്ചില്ല. അത് മാത്രമല്ല, അവിടെ കച്ചവടം ചെയ്തിരുന്ന അറബികളെ പുറത്താക്കണമെന്നും പറഞ്ഞു. അല്ലേ? ഇത് പറ്റില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാമൂതിരി പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം നേരെ കണ്ണൂരിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. കണ്ണൂരിലേക്ക് പോയി എന്നിട്ട് കോലത്തിരി രാജാവിനെ കണ്ടു. കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവാണ്. അദ്ദേഹം എന്ത് സംഭവിച്ചു? വ്യാപാര അനുമതി കൊടുത്തു. അദ്ദേഹം കുരുമുളക് ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് തിരിച്ചു മടങ്ങി കേട്ടോ. അദ്ദേഹം പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ തന്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ ഏകദേശം 60 ഇരട്ടിയോളം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ചിലവായതിലെ ഏകദേശം എത്രയാണ്? 60 ഇരട്ടിയോളം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് പോയത്? തിരിച്ച് നമ്മുടെ യൂറോപ്പിലേക്ക്, പോർച്ചുഗീസിലേക്ക് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന് ചിലവായതിന്റെ ഏകദേശം 60 ഇരട്ടി തുകയ്ക്കുള്ള മൂല്യമുള്ള സാധനങ്ങളുമായിട്ടാണ് പോയത് കേട്ടോ. അപ്പം കടൽ മാർഗം വന്നതാരാണ്? പോർച്ചുഗീസുകാരാണ് വന്നത്. അതിന് കാരണം എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ആര് പിടിച്ചെടുത്തു? തുർക്കികൾ പിടിച്ചെടുത്തോടുകൂടി യൂറോപ്യൻസിന് കരമാർഗം ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി, അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഈസ്റ്റുമായിട്ടുള്ള വ്യാപാരം നിന്ന സമയത്താണ് അവർ പുതിയ ടെക്നോളജികൾ കണ്ടെത്തിയ ശേഷം എങ്ങോട്ടേക്ക് പോകുന്നു? കറങ്ങി വരുന്നു. കടൽ വഴി നമ്മുടെ ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങി നേരെ എവിടേക്ക് വരുന്നു? ഇന്ത്യയിലേക്ക് കോഴിക്കോട് ആദ്യമായിട്ട് വരുന്നു. 1498 കാപ്പാട് വന്നിറങ്ങുന്നു. ആരാ വന്നിറങ്ങുന്നത്? വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ വലിയൊരു കപ്പൽപ്പടയാണ് വന്നിറങ്ങുന്നത്. അദ്ദേഹം നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? സാമൂതിരിയുടെ അടുത്തേക്ക് പോകുന്നു. സാമൂതിരിയോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് വ്യാപാരത്തിനുള്ള അനുമതി നൽകണം. പക്ഷേ സാമൂതിരി പറഞ്ഞു പറ്റില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പോർച്ചുഗീസുകാര് വാസ്കോ ഡ ഗാമ ഉൾപ്പെടെയുള്ള ആൾ എങ്ങോട്ടേക്ക് പോയി? നേരെ കോലത്തിരിയുടെ അടുത്തേക്ക് പോയി അല്ലേ? അദ്ദേഹം എവിടെയാ ഭരിച്ചിരുന്നത്? കണ്ണൂരിലാണ് ഭരിച്ചിരുന്നത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വ്യാപാര അനുമതി നൽകണം. അപ്പോൾ അവിടെ കൊടുത്തു. അദ്ദേഹം ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചിലവായതിന്റെ 60 മടങ്ങും കൊണ്ട് അദ്ദേഹം എങ്ങോട്ടേക്ക് പോയി? യൂറോപ്പിലേക്ക് തിരികെ പോയി. നോക്കൂ, അപ്പോൾ ആ ഒരു ബിസിനസ് മൈൻഡ് ഉള്ളിൽ കണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? വീണ്ടും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പോർച്ചുഗീസുകാരെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. എന്തൊക്കെയാണ് അവരെ എൻകറേജ് ചെയ്തത് വീണ്ടും തിരിച്ചു വരാൻ? പ്രോഫിറ്റ് കേട്ടോ, ലാഭം. ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾക്ക് ഉണ്ടായ ലാഭം 60 ഇരട്ടിയാണ് ലാഭം. പിന്നെന്താണ്? സാമൂരിൻ ഡിനൈഡ് മോണോപോളി, അതായത് ഇവിടെ ഉണ്ടായ മറ്റൊരു സംഗതിയാണ് സാമൂതിരി ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ കുത്തക മോണോപോളി അനുവദിച്ചില്ല. പിന്നെന്താണ്? കുഞ്ഞാലി മരക്കാർ, അതായത് ഈ പറഞ്ഞ പോർച്ചുഗീസുകാര് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അവർ കച്ചവടത്തിനായി തിരിച്ചു വരുന്നു. അപ്പോൾ അവർ തിരിച്ചു വരാനുണ്ടായ ഒരു കാരണം ലാഭമാണ് കേട്ടോ. ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. പക്ഷേ തിരിച്ചു വന്ന് വീണ്ടും സാമൂതിരിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. പക്ഷെ സാമൂതിരി സമ്മതിക്കുന്നില്ല. സാമൂതിരിയുടെ കപ്പൽ പടയുടെ തലവനായിട്ടുള്ള കുഞ്ഞാലി മരക്കാറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. കുഞ്ഞാലി മരക്കാരുമായിട്ട് സീരിയസ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട് പോർച്ചുഗീസുകാർക്ക് ഈ കോഴിക്കോട് വലുതായി ചുവടുറപ്പിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചുവടുറപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം, അത് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വന്നതിന് ശേഷം അവരിവിടെ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, അവർ നമ്മുടെ സംസാര ഭാഷയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
അവർ നമ്മുടെ വസ്ത്രധാരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്നതിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന മേശ, ടേബിൾ ആൻഡ് ചെയർ, കസേര, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? came into മലയാളം ഫ്രം പോർച്ചുഗീസ് ലാംഗ്വേജ്. പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നാണ് വന്നത്. ഏത്? മേശ, കസേര, അല്ലേ? ടേബിൾ, ചെയർ. ഇനി രണ്ടാമത് കാഷ്യൂ ട്രീ, അതാണ് പറങ്കി മാവ്. ഇവരെ ഈ പോർച്ചുഗീസുകാരെ വിളിക്കുന്നത് പറങ്കികൾ എന്നാണ് കേട്ടോ. അപ്പൊ പറങ്കി മാവ്, പപ്പായ, ഗുവ, പേരയ്ക്ക, പൈനാപ്പിൾ, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അവർ കൊണ്ടുവന്നതാ, പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് തന്നതാ. ഇനി എന്താണ്? ദ ഫസ്റ്റ് യൂറോപ്യൻ പോർട്ട് ഇൻ ഇന്ത്യ. ഫോർട്ട് കേട്ടോ, ആദ്യത്തെ യൂറോപ്യൻ ഫോർട്ട്, കോട്ട എവിടെയാണ്? ഫോർട്ട് മാനുവൽ, കൊച്ചിയിലുണ്ടായതും ആരാ കൊണ്ടുവന്നത്? ആരാ പണിതത്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പണിതതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നെ കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു, ഇതൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട പ്രദേശമായിട്ട് മാറി, ഭരിക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശമായിട്ട് മാറി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, നമ്മുടെ ഭാവിയിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ വളരെ പ്രചോദനമായിട്ടുള്ള ഒരു വലിയ സംഭവമാണ് എന്ത്? പ്രിന്റിംഗ് ടെക്നോളജി. പത്രങ്ങൾ, വാരികകൾ, അല്ലേ? ഇങ്ങനെ തുടങ്ങി പല സംഗതികളും, ബുക്കുകൾ. അപ്പൊ അതിനൊക്കെ കൊണ്ടുവന്ന പ്രിന്റിംഗ് ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാ? പോർച്ചുഗീസുകാരാ. അതിനെ ഇവിടെ വ്യാപകമാക്കിയത് ആരാ? പോർച്ചുഗീസുകാരാ. ഇനി അവർ ആർട്ടിലും വെറുതെ വിട്ടില്ല. എന്താണ്? നമ്മുടെ കലകളിലും ഒരു കൈവച്ചു. ചവിട്ടുനാടകം, മാർഗംകളി പോലുള്ള കളികൾ അവർ കൊണ്ടുവന്നു. പിന്നെ എന്താണ്? യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻ ഉണ്ടോ? വീടുകളും മറ്റ് കൊട്ടാരങ്ങളും ഒക്കെ പണിയുമ്പം ഒരു യൂറോപ്യൻ ചായ കൊണ്ടുവന്നത് ആരാ? പോർച്ചുഗീസുകാരാണ്. ഇനി എന്താണ്? യൂറോപ്യൻ വെപ്പൺസ്, അതുപോലെ വാർ ട്രെയിനിങ് ടാക്ടിക്സ്, ഇതെല്ലാം അവരിവിടെ ഒന്ന് പഠിപ്പിച്ചു. പിന്നെ ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വെയർ സ്റ്റാർട്ടഡ്, ക്രിസ്തുമത പാഠശാലകൾ ആരംഭിച്ചു. നോക്കൂ, അവർ കൊണ്ടുവന്നത് എന്തൊക്കെയാ? നമ്മുടെ ഭാഷയിൽ കൊണ്ടുവന്നതാണ്. ഏതൊക്കെ? മേശ, കസേര പോലുള്ള വാക്കുകൾ, അതുപോലെ പപ്പായ, ഗുവ, അതുപോലെ പൈനാപ്പിൾ പോലുള്ള ആഹാര സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്നു. ആദ്യത്തെ പോർട്ട് പണിതു. യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണിയുന്ന ആദ്യത്തെ പോർട്ട് പണിതു. പിന്നെന്താ? അവരുടെ വ്യാപാരശാലകൾ, അവരുടെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രങ്ങൾ കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നിവിടങ്ങളിൽ വന്നു. പിന്നെന്താണ്? പ്രിന്റിംഗ് ടെക്നോളജി ആദ്യമായിട്ട് പോപ്പുലറൈസ് ചെയ്തു. പിന്നെ ചവിട്ടുനാടകം, മാർഗംകളി പോലുള്ള സംഗതികൾ അവർ കൊണ്ടുവന്നു. പിന്നെന്താ അവർ പ്രധാനമായും കൊണ്ടുവന്നത്? യൂറോപ്യൻ രീതിയിലുള്ള വാർ ടാക്ടിക്സുകളും ട്രെയിനിങ്ങുകളും യൂറോപ്യൻ വെപ്പൺസും അവർ വ്യാപകമാക്കി. അതുപോലെ ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്ററുകൾ അവർ കൊണ്ടുവന്നു. അതുപോലെ യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻ, വീടുകൾ പണിയുന്നതിൽ യൂറോപ്യൻ സ്റ്റൈൽ അവർ പ്രധാനമായും കൊണ്ടുവന്നു. ഓക്കെ, ഇനി അവർക്ക് ശേഷം വന്ന ആൾക്കാരാണ് ഡച്ചുകാര്. അവർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന മറ്റൊരു യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാര്. പക്ഷെ അധികമൊന്നും ഉണ്ടായില്ല, അത് തകർന്നു പോയി. അതിനുള്ള കാരണം നമുക്ക് നോക്കാം. നോക്കൂ, the Europeans who came India after Portuguese were from Holland. ഹോളണ്ട് എന്നറിയപ്പെടുന്ന, ഇന്ന് നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന ഡച്ചുകാരാണ് പിന്നീട് വരുന്ന യൂറോപ്യൻ ശക്തികൾ. അപ്പോ അവരറിയപ്പെടുന്ന എന്താണ്? ഡച്ചുകാര്. നാഗപട്ടണം, ഭറൂച്ച്, അഹമ്മദാബാദ്, ചിൻസൂര were the major trading centers of the Dutch in India. അപ്പൊ ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ? ഏതൊക്കെയാണ്? നാഗപട്ടണം, ഒന്ന് പ്രധാനപ്പെട്ട സ്ഥലം നാഗപട്ടണം, തമിഴ്നാട്ടിലാണ്. ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസൂര എന്നിങ്ങനെ 3 പ്രദേശങ്ങളിലാണ് അവർ പ്രധാനമായും ട്രേഡിംഗ് സെന്റേഴ്സ് ആരംഭിച്ചത്. ഡച്ച് ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് ഇൻ their competition for monopoly in trade. കേട്ടോ, ഡച്ചുകാര് പതുക്കെ പോർച്ചുഗീസുകാരുടെ മൊണോപോളി പതുക്കെ എന്ത് ചെയ്തു? തകർത്തു. ഓക്കെ, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അഹമ്മദാബാദ്, ബറൂച്ച്, നാഗപട്ടണം, ചിൻസൂര. അതുപോലെ ഡച്ചുകാർ പോർച്ചുഗീസുകാരുടെ മൊണോപോളി തകർത്തു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഡച്ചുകാർ ഇവിടെ ഉണ്ടാക്കിയ ഒരു വലിയൊരു സംഭവമാണ് കുളച്ചൽ യുദ്ധം. നോക്കൂ, നമ്മുടെ ഇന്ത്യൻ രാജാക്കന്മാര് എത്ര പേർ വിദേശികളെ തോൽപ്പിച്ചിട്ടുണ്ട്? ഇന്ത്യൻ രാജാക്കന്മാർ നോക്കൂ, ഒരേ ഒരു രാജാവെ തോൽപ്പിച്ചിട്ടുള്ളൂ. ആരെന്നറിയാവോ? മാർത്താണ്ഡവർമ്മ മാത്രമാണ് തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മാർത്താണ്ഡവർമ്മയുടെ കഥ നമുക്ക് നോക്കാം. അതായത് കുളച്ചൽ യുദ്ധം. നമ്മുടെ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം, തിരുവിതാംകൂർ കേരളത്തിന്റെ ഒരു തെക്ക് ഭാഗത്തുള്ള രാജ്യം. ഈ രാജ്യം ഭരിച്ചിരുന്നത്, രാജ്യം ശരിക്കും ഉടച്ചു വാർത്തുണ്ടാക്കിയെടുക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഈ മാർത്താണ്ഡവർമ്മ ഭരിക്കുന്ന സമയത്താണ് ഡച്ചുകാർ വരുന്നത്. ഡച്ചുകാർ വന്നിട്ട് പറയുന്നു, ഇവിടെ
ഫാക്ടറികൾ പണിയണം, അതുപോലെ അവർക്ക് സൈന്യത്തെ നടത്തണം. അപ്പോൾ ഈ ഡച്ചുകാർ വരുന്നതിനോട് ബ്രിട്ടീഷുകാർക്ക് വലിയ താല്പര്യമില്ല. ഈ ബ്രിട്ടീഷുകാർ എന്താണ് ഡച്ചുകാർ തമ്മിൽ പ്രശ്നമാണ്. അതുപോലെ മാർത്താണ്ഡവർമ്മയ്ക്കും വലിയ താല്പര്യമില്ല. അങ്ങനെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒരു ക്ലാഷ് നടക്കുകയാണ്, ഒരു പ്രശ്നം നടക്കുകയാണ്. 1741 ഈ ഒരു സംഭവം. ഇന്നത്തെ കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. അടിയോടടി ഏറ്റുമുട്ടുന്നു. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുന്നു. ഡച്ചുകാർ തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി കേട്ടോ. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് കേട്ടോ, ആദ്യത്തെ യുദ്ധമായിരുന്നു. വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ദ അറൈവൽ ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ? ഇനി ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടായത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? നോക്കൂ, അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്താണ് അവരുടെ ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡച്ച് ഈസ് ദ വർക്ക് ഓഫ് പോർത്തൂസ് മലബാറിക്കസ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. എന്താ നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ അബൌട്ട് 742 മെഡിക്കൽ പ്ലാൻസ് ഓഫ് കേരള ഈസ് പ്രസന്റ് ഇൻ ദിസ് ബുക്ക്. ഏകദേശം 742 മെഡിക്കൽ പ്ലാൻസിനെ കുറിച്ച് മരുന്ന് തരുന്ന, അതായത് ചെടികൾ, മരുന്നിന് ഉപയോഗിക്കുന്ന ചെടികൾ, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ഏത്? പോർത്തൂസ് മലബാറിക്കസ്. ആരാ എഴുതി തയ്യാറാക്കിയത്? ഹെൻറിക് വാൻ റീഡ്. Then the Dutch governor was the compiler of this book. കേട്ടോ, ഈ വർക്കിന്റെ പ്രധാനപ്പെട്ട കമ്പൈലർ എന്ന് പറയുന്ന ആരാണ്? എന്താണ്? ഹെൻറിക് വാൻ റീഡ്. ഇട്ടി അച്യുതൻ and indigenous medical practitioners helped him in this composition. ആരാണ് സഹായിച്ചത്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വൈദ്യനാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത്. ഇനി കൂടാരക്കുന്ന അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട്, ഇവരൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പോർത്തൂസ് മലബാറിക്കസ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് വിത്ത് സം മലയാളം വേർഡ്സ്. കുറച്ച് മലയാളം വേർഡ്സ് പ്രിന്റ് ചെയ്യുന്ന ആദ്യത്തെ പുസ്തകമാണ് പോർത്തൂസ് മലബാറിക്കസ് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദിസ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻടു മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബൈ ഡോക്ടർ കെ.എസ്. മണിലാൽ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഡച്ചുകാർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണിത്. പോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഏകദേശം 742 മരുന്നുകളുള്ള മരുന്ന് ചെടികളെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഇത്, പോർത്തൂസ് മലബാറിക്കസ്. ഏകദേശം 742 എന്തുണ്ട്? ചെടികളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഇതിനെ സഹായിച്ചത് ആരാണ്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ഒരു മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. ഇതിനെ മറ്റ് ഭാഷകളിലേക്കും മലയാളത്തിലേക്കും അതുപോലെ ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്ത ആരെന്ന് ചോദിച്ചാൽ കെ.എസ്. മണിലാലാണ് കേട്ടോ. അപ്പോൾ അതാണ് പോർത്തൂസ് മലബാറിക്കസ് കേട്ടോ. ഏകദേശം 12 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച കൃതിയാണ് ഏത്? പോർത്തൂസ് മലബാറിക്കസ്. 1678 മുതൽ 702 വരെ 702 വരെ ആണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ആംസ്റ്റർഡാമിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ആംസ്റ്റർഡാം, അതായത് നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായിട്ടുള്ള ആംസ്റ്റർഡാം. അപ്പോൾ മലയാള ഭാഷ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമായിരുന്നു ഇത്. തെങ്ങ് എന്നതായിരുന്നു ആദ്യമായി അച്ചടിക്കപ്പെട്ട പദം കേട്ടോ. തെങ്ങാണ് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പദം. അതുപോലെ ഡച്ചുകാർ അധിനിവേശിച്ചിട്ടുണ്ടായിരുന്ന, അവരുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് നാഗപട്ടണം, തമിഴ്നാട്ടിലാണ് ചിൻസൂര, അഹമ്മദാബാദ്, ബറൂച്ച് എന്നീ പ്രദേശങ്ങൾ കേട്ടോ. ഇനി അതിനുശേഷം വന്ന മറ്റൊരു സംഘമാണ് ഫ്രഞ്ചുകാർ കേട്ടോ. നമ്മൾ ഓരോ ഇതിൽ പഠിക്കുകയാണ്, ഓർഡറിൽ പഠിക്കുകയാണ്. ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ഫ്രഞ്ചുകാർ കേട്ടോ. ശരിക്കും ബ്രിട്ടീഷുകാർ, അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രഞ്ചുകാരെ പഠിക്കാം. കാരണം ബ്രിട്ടീഷുകാർ വന്ന് കുറേ നാൾ ഇവിടെ ഭരിച്ചു. ഇവർക്കൊന്നും അത്രയധികം ആധിപത്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ ബ്രിട്ടീഷുകാരുണ്ടാക്കി. അപ്പോൾ അത് കുറച്ച് കൂടുതൽ പഠിക്കണം. അതിനു മുമ്പ് നമ്മൾ പിന്നെ വന്ന ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കുന്നു. നോക്കൂ, ആഫ്റ്റർ ദ ഡച്ചിന് ശേഷം ബ്രിട്ടീഷ് വന്നു അല്ലേ. ആൻഡ് ദെൻ ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. പിന്നെ ആരാണ് വന്നത്? പിന്നെ ഫ്രഞ്ചുകാരാണ് വന്നത്. എന്തിനാ വന്നത്? കച്ചവടത്തിന് വേണ്ടിയാണ് വന്നത്. The war fought between the British and the French for dominance in South India are known as the Carnatic War. നോക്കൂ, സൗത്ത് ഇന്ത്യയിൽ വരുന്നു 2 യൂറോപ്യൻ ശക്തികൾ ആ സമയത്ത് ഇന്ത്യയിലുണ്ട്. ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്.
ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ എപ്പോഴും എന്താണ് പ്രശ്നമാണ്. അവര് സീരീസ് ഓഫ് വാർ എവിടെ നടത്തുന്നു? സൗത്ത് ഇന്ത്യയിൽ നടത്തുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ. ദ ബ്രിട്ടീഷ് വോൺ ദിസ് ഡിസിസീവ് വാർ. കേട്ടോ, ബ്രിട്ടീഷുകാര് കുറച്ചുകൂടെ ബിരുദന്മാരാണ്, കുറച്ചുകൂടെ വൈദഗ്ധ്യമുള്ളവരാണ്. അവര് ഫ്രഞ്ചുകാരെ തോപ്പിച്ചു. ആസ് എ റിസൾട്ട് ഫ്രഞ്ച് ഡോമിനൻസ് റെഡ്യൂസ്ഡ് ടു പോണ്ടിച്ചേരി. കണ്ടോ, അതിന്റെ ഫലമായിട്ട് എവിടെ മാത്രം ഒതുങ്ങി ഫ്രഞ്ചുകാര്? എവിടെ ഒതുങ്ങി? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ ആൻഡ് മാഹി ഈ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി കേട്ടോ. അപ്പോ ബ്രിട്ടീഷുകാർക്ക് ശേഷം വന്ന ആളാണ് ഫ്രഞ്ചുകാര്. ഫ്രഞ്ചുകാർ വന്ന ശേഷം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അടിയുണ്ട്, വാറുണ്ട്. ആ വാറുകൾ അറിയപ്പെടുന്ന പേര് കർണാട്ടിക് വാർ എന്നാണ്. ആ വാറിന് ശേഷം ഫ്രഞ്ചുകാരുടെ എന്താണ് മൊണോപോളിയൊക്കെ തകർന്നുപോയി. അങ്ങനെ തകർന്നവര് ചില സ്ഥലങ്ങളിൽ മാത്രമായി ചുരുങ്ങി. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ? എവിടെയാണ് ഡോമിനൻസ് റെഡ്യൂസ്ഡ് ടു? പോണ്ടിച്ചേരി, ഇന്ന് പുതുച്ചേരി എന്നറിയപ്പെടുന്നു പോണ്ടിച്ചേരി, പിന്നെ യാനം, കാരയ്ക്കൽ, അതുപോലെ മാഹി, ഇവിടങ്ങളിൽ മാത്രമായി ചുരുങ്ങി കേട്ടോ. അപ്പോൾ ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നെ ഫ്രഞ്ചുകാരുമാണ് കച്ചവടത്തിന് ഇന്ത്യയിലേക്ക് വന്നത്. ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം നടന്നു. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു വിജയം. അതിനുശേഷം എന്ത് സംഭവിച്ചു? പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ അവർ അവിടെ മാത്രമായിട്ട് ചുരുങ്ങി. നോക്കൂ, ഇനി പോർച്ചുഗീസ് അതിനുശേഷം പോർച്ചുഗീസുകാർ കയ്യിൽ വെച്ചിരുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്? കൊച്ചി പ്രധാനപ്പെട്ട പ്രദേശമാണ്. പിന്നെ ഗോവ അല്ലെ, ഗോവ അവിടെയും പോർച്ചുഗീസുകാരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ദാമൻ, ദിയു ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ അവശേഷിപ്പുകൾ, ഈ കൾച്ചറിന്റെ, പോർച്ചുഗീസ് കൾച്ചറിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ഡച്ചുകാർ കൈവശം വെച്ചിരുന്ന എവിടെയാണ്? നാഗപട്ടണം, ചിൻസൂര, അഹമ്മദാബാദ്, ബറോച്ച്. ഇനി ഫ്രഞ്ച് അധിനിവേശം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം, പഠിച്ചു വെച്ചിരുന്നു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വില്ലനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഇന്ത്യയെ അടക്കി ഭരിച്ച ഏകദേശം 1600 മുതൽ 1653 മുതൽ, ശരിക്കും അതിനുശേഷമാണ് 1653. അതിനുശേഷം 1947 വരെ അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. 1753 ശേഷം കുറച്ചുകൂടെ ശക്തമായി അവർ നമ്മളെ ഭരിച്ചു. അപ്പോൾ 1753 ശേഷം ശക്തമായി നമ്മളെ ഭരിച്ച എന്താണ് ഈ ബ്രിട്ടീഷുകാർ 1947 ഇവിടുന്ന് ഓടിച്ചു വിടുമ്പോൾ എന്താണ് അതുവരെ നമ്മളെ ഭരിച്ച് മുടിപ്പിച്ച ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. The British East India Company was established by the British in 1600 for trade with Asia. 1600 ഏഷ്യയുമായിട്ട് ട്രേഡ് ഉണ്ടാക്കുന്നതിനായിട്ട് അവര് ബ്രിട്ടീഷുകാര് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. The representative of the company, Captain William Hawkins, obtained permission from the then Mughal Emperor Jahangir to set up a factory in Surat, Gujarat. പോർച്ചുഗീസുകാർ വന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നത് എവിടെയാണ്? അങ്ങ് ബംഗാളിലാണ്. പക്ഷേ അവര് ജഹാംഗീറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് വരുന്ന ആള് വില്യം ഹോക്കിൻസ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നു? ജഹാംഗീർ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങിക്കുകയാണ്. എന്താണ് അധികാരം വാങ്ങിച്ചത്? സൂററ്റിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ. അങ്ങനെ സൂററ്റിൽ അവർ ആദ്യമായിട്ട് ഒരു ഫാക്ടറി തുടങ്ങുന്നു കേട്ടോ. The company then started factories in different parts of India. After gaining dominance in Madras, Bombay, Calcutta, company began to interfere in administration of these territories. അപ്പോൾ അവര് ബോംബെയിലും കൽക്കട്ടയിലും അതുപോലെ മദ്രാസിലൊക്കെ ഇവര് കച്ചവട ആധിപത്യം നേടിയ ശേഷം പതുക്കെ അവിടുത്തെ ഭരണാധികാരികളുടെ ഭരണത്തിലേക്ക് ഇവര് ഇന്റർഫിയർ ചെയ്യാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. 1757 പ്ലാസി യുദ്ധം കേട്ടോ. പ്ലാസി യുദ്ധം, ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പോൾ ബ്രിട്ടീഷുകാര് രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ പിടിച്ചടക്കുന്നതിനായിട്ട് നടത്തിയ ആദ്യത്തെ യുദ്ധമാണ് ഈ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. 1757 ബംഗാൾ ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സിറാജ് ദൗള. ബ്രിട്ടീഷുകാരുടെ അന്ന് കമ്പനിക്ക് നേതൃത്വം നൽകിയിരുന്ന ആളാണ് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ഒരു ജനറൽ. ഈ പുള്ളിക്കാരനും സിറാജ് ദൗളയും തമ്മിൽ ചില ആശയപരമായ പ്രശ്നം കാരണം അവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ പാവപ്പെട്ട നമ്മുടെ
ബംഗാൾ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്താൻ കാരണം ശരിക്കും പറഞ്ഞ സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ തന്നെ കാലുമാറുന്നതുകൊണ്ടാണ് ശരിക്കും തോറ്റുപോകുന്നത്. അപ്പം ഈ പറഞ്ഞ ബംഗാളിന്റെ ഭരണം ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി ഭരിക്കുമെന്നാണോ? അല്ല. അവരെന്ത് ചെയ്തു? ബംഗാളിൽ ഒരു ഭൂനികുതി നയം കൊണ്ടുവന്നു. എന്തിനാ ഈ ഭൂനികുതി നയം കൊണ്ടുവന്ന്? ഈ നയം കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ആർമിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും അവർക്കില്ല കേട്ടോ. അപ്പോ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 രണ്ടാമത്തെ യുദ്ധം സംഭവിക്കുന്നത്. രണ്ടാമത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ബക്സാർ യുദ്ധമാണ് രണ്ടാമത്തെ യുദ്ധം. അപ്പോൾ ആദ്യത്തെ യുദ്ധം പ്ലാസി യുദ്ധം. രണ്ടാമത്തെ യുദ്ധം 1764 നടന്ന ബക്സാർ യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങളും ബാറ്റിൽ ഓഫ് ബക്സാർ വളരെ പ്രധാനപ്പെട്ടതാണ്. 1757 പ്ലാസി യുദ്ധം ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഭരിക്കാനുള്ള ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്തു. പക്ഷേ ബാറ്റിൽ ഓഫ് ബക്സാർ എന്താ സംഭവിച്ചത്? ബാറ്റിൽ ഓഫ് ബക്സാർ in 1764 the company acquired the right to collect taxes in the provinces of Bengal, Bihar and Orissa. ബംഗാളിലും ബീഹാറിലും ഒറീസയിലും ഒക്കെ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ബംഗാൾ നമുക്ക് ഇന്ത്യയുടെ ഭൂപടം നോക്കിയാൽ അറിയാൻ സാധിക്കും, ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ആ ബംഗ്ലാദേശ് ഉൾപ്പെടെയായിരുന്നു അത്. അത് മാത്രമല്ല ബീഹാറിന്റെ പ്രദേശം, അതുപോലെ ഒറീസയുടെ പ്രദേശം, ഇതെല്ലാം ഇവിടെ എല്ലാം വലിയൊരു പ്രദേശമാണ്. കൃഷിയൊക്കെ നടക്കുന്ന വലിയൊരു സമ്പന്നമായ പ്രദേശമാണ്. അവിടുത്തെ ടാക്സ് പിരിക്കാനാണ് ഇവര് ഈ യുദ്ധത്തിലൂടെ അധികാരം നേടിയെടുത്തത്. ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം? കമ്പനി കൂടുതൽ പൈസ കിട്ടും, അതുവഴി അവർക്ക് കൂടുതൽ സമ്പത്ത് കിട്ടുമെന്നല്ലാതെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ചെയ്യത്തുമില്ല. With that, the English East India Company's administrative presence in India became stronger. കേട്ടോ, ബക്സാർ യുദ്ധത്തിന് ശേഷം ഈ യുദ്ധത്തില് കുറച്ച് രാജാക്കന്മാരുടെ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പരാജയപ്പെടുത്തിയ ശേഷം അവരവരുടെ ശക്തി കുറച്ചുകൂടെ വലുതാക്കി. ആര്? ബ്രിട്ടീഷുകാരെ. The British defeated the combined forces of Mughal ruler Shah Alam II. ഷാ ആലം രണ്ടാമന്റെയും നവാബ് ഓഫ് ഔദ്, ഔദിലെ രാജാവിന്റെയും ഷുജാ ഉദ് ദൗള ആൻഡ് നവാബ് ഓഫ് ബംഗാൾ മിർ കാസിം ഇൻ ദിസ് ബാറ്റിൽ. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ കൂട്ടുകെട്ടിനെ തകർത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ അധികാരം പിടിക്കുന്നത് കേട്ടോ. പക്ഷേ അധികാരം പിടിച്ചു, അവർ നികുതി പിരിക്കാനും തുടങ്ങി കേട്ടോ. അടുത്തൊരു ചോദിക്കാം, എന്താണ്? Why did Robert Clive say send me 2000 soldiers and I will conquer India? നോക്കൂ, 2000 പട്ടാളക്കാരെ എനിക്ക് വിട്ടു തരൂ, ഇന്ത്യ മുഴുവൻ ഞാൻ കീഴടക്കാം. ആലോചിച്ച് നോക്കിയേ, ഒരുത്തൻ ധൈര്യപൂർവ്വം പറയാണ്, ഇന്നത്തെ ഇന്ത്യ സാധിക്കോ? 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ എന്ത് ചെയ്യാം? ഇന്ത്യ മുഴുവൻ കീഴടക്കാം. അന്നത്തെ ഇന്ത്യ സാധിക്കും അല്ലേ? എന്തുകൊണ്ടാ? അതിന് ചില കാരണങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നില്ലേ അല്ലേ? എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? നമുക്ക് നോക്കാം. ഡിസ്യൂണിറ്റി among Indian princely states. നാട്ടുരാജ്യങ്ങൾ, രാജാക്കന്മാർക്കിടയിൽ ഒരു ഡിസ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല, അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നില്ല, അവർ തമ്മിൽ എപ്പോഴും തല്ലായിരുന്നു. ഒരുമിച്ച് നിന്നാലേ ശത്രുവിനെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? വിഭജിച്ച് നിന്നാൽ ശത്രുവിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ശത്രു കുറച്ചുകൂടെ ശക്തമായിട്ട് നമ്മളെ നേരിടും. മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രീമസി ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് കുറച്ചുകൂടെ മിലിറ്ററി അതുപോലെ ടെക്നോളജിയും കുറച്ചുകൂടെ മോഡേണൈസ് ആയിരുന്നു, നമ്മളെക്കാൾ മോഡേണൈസ് ആയിരുന്നു. ടു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പവർ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. പിന്നെന്താണ്? എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കാരണം നമ്മുടെ രാജ്യം ശുഷ്കിച്ച് വരികയാണ്. സാമ്പത്തികമായി തകർന്നു വരികയാണ്. പ്രത്യേകിച്ച് രാജാക്കന്മാർക്കിടയിലുള്ള പകയും തമ്മിത്തല്ലും വാറും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് മുതലെടുത്താണ് അവർ ഇന്ത്യയെ കുറച്ചുകൂടി പിടിച്ചടക്കുന്നത്. Why did Robert Clive say send me 2000 soldiers and I will conquer India? 2000 പട്ടാളക്കാരെ എനിക്ക് തരൂ, ഞാൻ രാജ്യം കീഴടക്കാം എന്ന് പറഞ്ഞതിന് കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1600 അവര് ആധിപത്യം നേടിയ പ്രദേശങ്ങളാണ് മദ്രാസിൽ 1639, ബോംബെ 1662, 1698 പ്ലാസി യുദ്ധം നടക്കുന്നു 1757, ബക്സാർ യുദ്ധം 1764. അപ്പോൾ ആ ചരിത്രം വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാം. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ 1600 വരുന്നു, അതിനുശേഷം 1600 കമ്പനി ഫോം ചെയ്യുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് എവിടെ വരുന്നു? ജഹാംഗീറിന്റെ അടുത്ത് വന്നിട്ട്
ഫാക്ടറി പണിയാൻ അനുവാദം ചോദിക്കുന്നു. ആ ഫാക്ടറി പണിതെടുക്കുന്നു. അതിനുശേഷം ബോംബെ, ബംഗാൾ, അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങൾ ബോംബെ, ബംഗാളിലെ കൽക്കട്ട, മദ്രാസ് ഇവിടങ്ങളിലൊക്കെ അദ്ദേഹം ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, ആധിപത്യം നേടുകയാണ്. അതിനുശേഷം ആധിപത്യം നേടിയ ശേഷം എന്ത് ചെയ്യാണ്, അവിടുത്തെ രാജാക്കന്മാരെ അടിച്ചോടിക്കുകയാണ്. അതിന്റെ യുദ്ധങ്ങളാണ് പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ ആരൊക്കെ തമ്മിലായിരുന്നു? പ്ലാസി യുദ്ധത്തിലെ യുദ്ധക്കാർ ആരൊക്കെ തമ്മിലായിരുന്നു? അടിയൊക്കെ ആരൊക്കെ തമ്മിലായിരുന്നു? ബഹളം നോക്കൂ, ആരൊക്കെ തമ്മിലാണ്? നവാബായിരുന്ന സിറാജ് ദൗളയും അതുപോലെ റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു പ്രശ്നം. അത് സിറാജ് ദൗളയെ പരാജയപ്പെടുത്തി അല്ലേ. അതിനുശേഷം ആരൊക്കെ തമ്മിലായിരുന്നു ബക്സാർ യുദ്ധം നടന്നത്? ബ്രിട്ടീഷുകാരും മുഗൾ റൂളറായിട്ടുള്ള ഷാ ആലം സെക്കൻഡും പിന്നെ നവാബ് ഔദിലെ രാജാവ് ഷുജാബ് ദൗള, നവാബ് ഓഫ് ബംഗാൾ മിർ ഖാസിം, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട രാജാക്കന്മാർ. അങ്ങനെ അതിലൂടെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ അധികാരം പിടിക്കുകയാണ്. അതിനുശേഷം അവർ വെറുതെ ഇരുന്നില്ല. അധികാരം പിടിച്ചു കഴിഞ്ഞാലും അവർ വീണ്ടും അവരുടെ വ്യാപ്തി വലുതാക്കുകയാണ്. അങ്ങനെ കുറച്ച് യുദ്ധങ്ങൾ നടന്നു. അതിന് ഒരു യുദ്ധമാണ് എന്താണ് ആംഗ്ലോ മൈസൂർ വാർ. അങ്ങനെ നടന്നൊരു യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ വാർ. എന്താണ് ആംഗ്ലോ മൈസൂർ വാർ? ആംഗ്ലോ മൈസൂർ വാർസ് were fought between the southern princely states of Mysore and the English East India Company. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ, തെക്കേ ഇന്ത്യയിലെ ദക്ഷിണ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു മൈസൂർ. ആ മൈസൂരിലെ രാജാവും അതിൽ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ്. കുറെ യുദ്ധമുണ്ട്, ഏകദേശം 3 യുദ്ധമുണ്ട്. അതാണ് ആംഗ്ലോ മൈസൂർ വാർ. Okay, the Mysore army was led by Hyder Ali, who was ruler of Mysore. അപ്പോൾ മൈസൂറിന്റെ രാജാവാരായിരുന്നു? ഹൈദർ അലി ആയിരുന്നു കേട്ടോ. ഈ ഹൈദർ അലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ, ഹൈദർ അലിയുടെ മകനാണ് ടിപ്പു സുൽത്താനുമായിട്ടും ബ്രിട്ടീഷുകാർ യുദ്ധം നടന്നു. പക്ഷേ ഈ സുൽത്താനുമായിട്ടുണ്ടായ യുദ്ധങ്ങളിൽ ഹൈദർ അലി 782 ആയപ്പോഴേക്കും മരിച്ചു. 1782 ഹൈദർ അലി മരിച്ചുപോയി കേട്ടോ. അതിനുശേഷം ടിപ്പു സുൽത്താനാണ് ഇതിന്റെ സാരഥ്യം ഏറ്റെടുത്തെങ്കിലും ടിപ്പു സുൽത്താനും മരിക്കുന്നു. എന്താണ് ഫോർത്ത് മൈസൂർ വാർ? 4 മൈസൂർ യുദ്ധങ്ങൾ നടന്നു. 1799 മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരിക്കുന്നു. അങ്ങനെ കമ്പനി മൈസൂർ പിടിച്ചടക്കുന്നു കേട്ടോ. അപ്പൊ എന്തൊക്കെ യുദ്ധങ്ങൾ നോക്കി? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 4 യുദ്ധങ്ങളുണ്ട്. 4ാം യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരിക്കുന്നു. അതോടുകൂടി മൈസൂർ എന്ന് പറയുന്ന രാജ്യം അവസാനിക്കുന്നു. അതുപോലെ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളുണ്ട്. അവിടെ 3 യുദ്ധങ്ങളുണ്ട്. ആ 3 യുദ്ധങ്ങളിൽ 3ാമത്തെ യുദ്ധത്തിൽ രാജ്യം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരുന്നു, മറാത്ത. ഇനി സിഖ് യുദ്ധങ്ങളുണ്ട്. 1ഉം 2 യുദ്ധങ്ങളാണ്. അതിലും ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നു. നോക്കൂ, ആംഗ്ലോ മറാത്ത വാർ നമുക്ക് നോക്കാം. ആംഗ്ലോ മറാത്ത വാർ were fought between English East India Company and the Maratha Kingdom. മറാത്ത രാജവംശവുമായിട്ട് നടന്ന യുദ്ധമാണ്. The third Anglo-Maratha war, the Maratha territories came under the British control. കേട്ടോ, 3ാമത്തെ യുദ്ധത്തില് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് പോയി ഈ മറാത്ത എന്ന് പറയുന്ന രാജ്യം. With the defeat of the Sikh in the Anglo-Sikh war between British East India Company, the Sikh Punjab came under the British rule. സിഖ് യുദ്ധത്തോടുകൂടി സിഖും അവരുടെ കയ്യിലേക്ക്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇവർ പിടിച്ചെടുത്തു. ഇനി ഇവിടെ നിന്ന് ഇവർക്ക് വരുമാനം വേണ്ട, ഇങ്ങനെ യുദ്ധം ഉണ്ടാക്കിയാൽ പോരല്ലോ, യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ മരിക്കും, സമ്പത്ത് പോകും, ഒരുപാട് പൈസ നഷ്ടപ്പെടും. പൈസ പിരിക്കണം. പൈസ പിരിക്കാൻ വേണ്ടി ഒരു 3 ടാക്സ് ഇവർ കൊണ്ടുവന്നു. എന്തൊക്കെയാ? 1 പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, റൈറ്റ് ടു വാരി സിസ്റ്റം, മാൽവാരി സിസ്റ്റം എന്നിങ്ങനെ 3 സിസ്റ്റം കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. അത് അവരെവിടെയൊക്കെയാണ് നടപ്പിലാക്കി? നോക്കൂ, ബംഗാൾ, ബീഹാർ, ഒറീസ. നോക്കൂ മക്കളെ, ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത് കേട്ടോ. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്താണ്? അത് എവിടെ നടപ്പിലാക്കി? എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്? അതുപോലെ റൈറ്റ് ടു വാരി സിസ്റ്റം, അതുപോലെ മഹൽവാരി സിസ്റ്റം. റൈറ്റ് ടു വാരി എവിടെയാണ് നടപ്പിലാക്കിയത്? സൗത്ത് ഇന്ത്യയിലാണ്, ഡക്കാൻ പ്രദേശങ്ങളിലാണ് പ്രധാനമായും നടപ്പിലാക്കിയത്. മഹൽവാരി സിസ്റ്റം എവിടെയാണ് നടപ്പിലാക്കിയത്? നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ്. നമ്മുടെ മാപ്പൊക്കെ എടുത്ത് വെച്ച് അടയാളപ്പെടുത്തി നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാം. ഏതാണ്? ബംഗാൾ പ്രദേശങ്ങളിലാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ബീഹാർ, ഒറീസ ഇവിടങ്ങളിൽ, ബംഗാൾ, ബീഹാർ, ഒറീസ ഇതെല്ലാം ഇങ്ങനെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അതുപോലെ സൗത്ത് ഇന്ത്യ, ഡക്കാൻ, സൗത്ത് ഇന്ത്യയും ഡക്കാൻ റീജിയൻ, നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് വരുന്ന ആ റീജിയൻ, അവിടെയാണ് റൈറ്റ് ടു വാരി സിസ്റ്റം. ഇനി അതുപോലെ മഹൽവാരി സിസ്റ്റം എവിടെയാണ്? നോർത്ത് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ തലഭാഗത്ത്. അതുപോലെ സെൻട്രൽ ഇന്ത്യ, സെൻട്രൽ ഭാഗത്ത്, പഞ്ചാബിന്റെ മേഖലകളിൽ, ഇവിടെയൊക്കെയാണ് മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കുന്നത്. ഇനി ആരാണ് നടപ്പിലാക്കുന്ന വ്യക്തികളെന്ന് ചോദിച്ചാൽ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കിയ വ്യക്തിയാണ് ലോർഡ് കോൺവാലിസ്. ആരാണ്? ലോർഡ് കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എന്താണ്? ലോർഡ്
കോൺവാലിസ്. ഇനി റൈറ്റ് ടു വരി സിസ്റ്റം ആരൊക്കെയാണ്? തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും. റൈറ്റ് ടു വരി സിസ്റ്റം നടപ്പിലാക്കിയ ആരൊക്കെയാണ്? തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും. ഇനി മഹൽവാരി സിസ്റ്റം ആണെങ്കിലോ വോൾട്ട് മക്കാൻസി. വോൾട്ട് മക്കാൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കുന്നത്. ഇനി പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് പ്രത്യേകത എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ദ സെമീൻദാർസ് ഹൂ വെയർ ദ ലാൻഡ് ലോഡ്സ് കളക്ട് ഇതാണ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സമീന്ദാർമാരാണ് എന്ത് ചെയ്യുന്നത്? തലയെക്കെട്ടുള്ള സമീന്ദാർമാരാണ് വന്ന് എന്ത് ചെയ്യുന്നത്? ടാക്സ് കളക്ട് ചെയ്യുന്നത്. The farmers were required to pay a fixed amount as tax regardless of fluctuations in yield. എന്താണ്? കൃഷിയിൽ വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും ഫാമേഴ്സ് കൊടുത്തേ പറ്റുള്ളൂ. അവർ പറയുന്ന പൈസ, ജമീന്ദാർമാർ പറയുന്ന പൈസ കൊടുത്തേ പറ്റുള്ളൂ. ഇതിൽ സെമീന്ദാർമാർ കുറച്ച് പൈസ എടുക്കും, ബാക്കി പൈസ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ഈ സെമീന്ദാർമാർ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ഒരുപാട് കൂട്ടി വാങ്ങിക്കും. കർഷകർ വലിയ കഷ്ടപ്പാടിലാണ്. ഈ കഷ്ടപ്പാട് നിർത്താൻ വേണ്ടി പാവപ്പെട്ട കർഷകർ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി. അങ്ങനെ ഒരു കടക്കണിയിലേക്ക് അവർ വീഴുന്നു, ആത്മഹത്യ നടക്കുന്നു, പട്ടിണി മരണങ്ങൾ നടക്കുന്നു. വലിയ കഷ്ടപ്പാടായിരുന്നു. നോക്കൂ, ഇനി അടുത്തെന്താ സംഭവിക്കുന്നത്? പെസൻസ് വെയർ കൺസിഡേർഡ് ആസ് ലാൻഡ് ലോഡ്സ്. എവിടെ? റൈറ്റ് ടു വാരി സിസ്റ്റത്തിനകത്ത് പെസൻസ് കർഷകർ തന്നെയാണ് ലാൻഡ് ലോഡ്സ്. എന്താണ്? വെയർ കൺസിഡേർഡ് ആസ് ലാൻഡ് ലോഡ്സ്. ഭൂവുടമകളായിട്ട് കണക്കാക്കിയിരുന്ന ആരെ തന്നെയാണ്? കർഷകർ തന്നെയാണ്. ദ ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്. റൈറ്റ് ടു വാരിക്കകത്ത് നേരിട്ട് കർഷകരിൽ നിന്ന് കച്ചവടം ടാക്സ് എടുക്കും. ദ ബ്രിട്ടീഷ് സീസ്ഡ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹൂ വെയർ ഫെയിൽ ടു പേ ദ ടാക്സ്. അപ്പോൾ ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത ആൾക്കാരുടെ ലാൻഡ് ബ്രിട്ടീഷുകാരൻ കൊണ്ടുപോകും. അടിപൊളി. നോക്കൂ, മഹൽവാരി സിസ്റ്റം എന്താ നോക്കൂ. ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. വില്ലേജിനെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കും, ആ യൂണിറ്റിൽ നിന്ന് ടാക്സ് എടുക്കും. The village which defaulted in tax payment was annexed to British India. ഏത് വില്ലേജ് ആണോ അടയ്ക്കാൻ മടിക്കുന്നത് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. ഇതാണ് മഹൽവാരി സിസ്റ്റം. അപ്പോൾ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, റൈറ്റ് ടു വാരി, മഹൽവാരി. പെർമനന്റിനകത്ത് ആരാണ്? സെമീന്ദാർമാരാണ് കർഷകരിൽ നിന്ന് ടാക്സ് പിരിക്കുന്നത്. ഇനി റൈറ്റ് ടു വാരിക്കകത്താണ് കർഷകർ തന്നെയാണ് ലാൻഡ് ഓണേഴ്സ്. പിന്നെ മഹൽവാരിക്കകത്താണെങ്കിലോ വില്ലേജസിന് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കും, ആ യൂണിറ്റിൽ നിന്ന് ടാക്സ് പിരിക്കും. അത് പിരിക്കാത്ത പക്ഷം വില്ലേജ് മുഴുവൻ ബ്രിട്ടീഷുകാരൻ കൊണ്ടുപോകും. ഇതാണ്. ഇനി കർഷകർ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? ഈ ഒരു നയം. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. ഒരുപാട് ബുദ്ധിമുട്ടാണ്. വെള്ളപ്പൊക്കം, വരൾച്ച, കൃഷിനാശം ഇങ്ങനെ സംഭവിച്ചാൽ നികുതികൾ ലഭിച്ചിരുന്നില്ല. പൈസ ഫുൾ കൊടുക്കേണ്ടി വരും. കർഷകർ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ, മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ കടക്കടി നഷ്ടപ്പെട്ട്, ഭൂമി നഷ്ടപ്പെട്ടു, ജീവനും വരെ നഷ്ടപ്പെട്ട അവസ്ഥ. കടക്കണിയിലായ കർഷകര്, ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലെ കർഷകർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കർഷകരും ബ്രിട്ടീഷുകാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെയ്ഡ് നോ എഫേർട്ട് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ഫാമിൻ ഇൻ ബംഗാൾ. ഇപ്പോൾ ബംഗാളിൽ ഒരു ശക്തമായ ക്ഷാമം വന്നുവിട്ടു. ഏകദേശം 1750 ശേഷമാണ് സംഭവിക്കുന്നത്. ശക്തമായ ഒരു ക്ഷാമം. കാരണം ഈൽഡ് കറക്റ്റായില്ല, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു, കർഷകരുടെ പോക്കറ്റ് കാലി, ഒരുപാട് പേര് മരിച്ചു. ഈ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൊന്നും ചെയ്തില്ല. Poor peasants and laborers fought against British and this revolt was supported by സന്യാസി. അപ്പോൾ സന്യാസികളുടെ സപ്പോർട്ടോട് കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ കർഷകരും അതുപോലെ തന്നെ പണിക്കാരും തൊഴിലാളികളും നടത്തിയ വലിയൊരു പ്രക്ഷോഭമാണ് സന്യാസി ഫക്കീർ rebellion. So these are known as സന്യാസി rebellion. Along with the sannyasis, the fakir also joined the revolt against the British, and so the revolt is called സന്യാസി ഫക്കീർ rebellion. അപ്പോൾ സന്യാസികളോടൊപ്പം തന്നെ ഫക്കീർമാരും ചേർന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് സന്യാസി ഫക്കീർ rebellion. ഭവാനി പതക്, മഞ്ജുഷ led the സന്യാസി ഫക്കീർ rebellion. ആരൊക്കെയാണ്? ഭവാനി പതക്കും മഞ്ജുഷ ഇവർ ചേർന്നാണ് സന്യാസി ഫക്കീർ rebellion മുന്നോട്ട് കൊണ്ടുപോയത് കേട്ടോ. ഇനി നീലം കർഷക കലാപം, ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ്, ഒരു പ്രക്ഷോഭമാണ്. ബംഗാളിലെ നീലം കർഷക കലാപം. ഇതിനുണ്ടായ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, അതായത് പ്ലാന്റേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമിരിച്ചെടി, അതായത് ഇൻഡിഗോ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അപ്പോൾ ഇൻഡിഗോ കൃഷി ചെയ്യാൻ വേണ്ടി ഇൻഡിഗോ പ്ലാന്റേഴ്സ് വന്ന് കർഷകരെ ഫോഴ്സ് ചെയ്തു.
ആ ഇൻഡിഗോയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പുറത്തോട്ട് രാജ്യക്കാർക്കും കയറ്റിവിടാൻ കഴിയില്ല. ഇവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകണം. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത് കേട്ടോ. കർഷകരെ നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഫോഴ്സ്, ഓക്കെ, അത് തന്നെയാണ് കേട്ടോ. ഇതിലൂടെ ഇറ്റ് ലെഡ് ടു ദ സിവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. എന്താണ്? ആഹാരം കഴിക്കാനില്ല, ചൂഷണമാണ്, കഠിനമാണ്, അല്ലെ? സാമ്പത്തികമായിട്ട് കഷ്ടപ്പാടിലാണ്. അങ്ങനെ ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി. ഈ ഒരു നീലം കർഷക റിവോൾട്ടിന് കാരണമായ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഡൈ കണ്ടെത്തിയത് ഒരു വലിയ കാരണമാണ്. ആർട്ടിഫിഷ്യൽ ഡൈ അത് നീല കർഷകരുടെ കൃഷിയെ ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ദിഗംബർ വിശ്വാസിന്റെയും വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിൽ നീലം കലാപത്തിന് തുടക്കം കുറിച്ചു. ബംഗാളിലുടനീളം കലാപം നടന്നു. എന്താണ്? കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു, നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാകുകയും ചെയ്തു കേട്ടോ. നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും കേട്ടോ. ഒരു നീലം കർഷകൻ കൃഷി ചെയ്യുന്നതും പുറത്ത് അതിന്റെ ചെടിയൊക്കെ കാണാൻ സാധിക്കും. ഇനി സാന്താൾ റെബല്യൻ, മറ്റൊരു കർഷക കലാപമാണ് സാന്താൾ റെബൽ. കർഷക അല്ലെങ്കിൽ ട്രൈബൽ റെബല്യൻ എന്ന് വിളിക്കാം. They are tribal people who migrated to the രാജ്മഹൽ ഹിൽസ് in Bengal province in the 18th century. 18ാം നൂറ്റാണ്ടോടുകൂടി രാജ്മഹൽ കുന്നുകൾ എന്ന് പറയുന്ന കുന്നുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു ഭാഗം ട്രൈബൽ പീപ്പിൾ ആണ് സാന്താൾ എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അതിനുണ്ടായ കാരണം? ലാൻഡ് ലോഡ്സ് unjustly extorted the usurers lent money, snatched their grain and forest resources in exchange. ഈ ലാൻഡ് ലോഡ്സ് വന്നിട്ട് അനാവശ്യമായിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഹരം പിടിച്ചെടുക്കുകയാണ്. അതുപോലെ എന്താണ്, ഇവരുടെ ഗ്രെയിൻസ്, ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷ്യ സാധനങ്ങൾ ഇതെല്ലാം പിടിച്ചെടുക്കുകയാണ്. ഇത് അവിടുത്തെ കർഷകർക്ക് വളരെ അസന്തുഷ്ടി ഉണ്ടാക്കി. ഓൾ ദീസ് വാസ് ഡൺ വിത്ത് സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ്. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയാണ് ഈ ലാൻഡ് ലോഡ് ചെയ്തത്. ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഹാഡ് നോ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾ റിലേഷൻഷിപ്പ് വിത്ത് ദ ലാൻഡ് സോ ദിസ് മിയർലി ആസ് എ മീൻസ് ടു ഇൻക്രീസ് ടാക്സ് റവന്യൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഇവർക്കുണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അതുമാത്രമല്ല, കാണാതെ അവരുടെ മേൽ വലിയൊരു ടാക്സ് അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ബംഗാളിന്റെ രാജ്മഹൽ കുന്നുകളിൽ കുടിയേറിയ ആൾക്കാരാണ് ഈ സാന്താൾ വിഭാഗക്കാര്. എന്ത് ചെയ്യുന്നു? ഭൂവുടമകൾ അന്യായമായി കരം പിരിച്ചു, കൊള്ളപ്പലിശ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുത്തു. ഇതിനെതിരെ ബ്രിട്ടീഷുകാർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അപ്പൊ ഈ കലാപങ്ങൾ നേതൃത്വം നൽകിയ, അതായത് സാന്താൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി, കലാപം നടത്താൻ തുടങ്ങി, അതിന് നേതൃത്വം നൽകിയ ആൾക്കാരാണ് ആര്? സിന്ധുവും കാനുവും. അവരെ വധിച്ചു, ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞു കേട്ടോ. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിന്റെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. ഇതാണ് സാന്താൾ കലാപത്തിന്റെ പ്രത്യേകത. ഇനി മുണ്ടാർ റെബല്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു കലാപമാണ് മുണ്ടാർ റെബല്യൻ. നോക്കൂ, പോർച്ചുഗീസുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഡച്ചുകാർ വന്നു. പക്ഷേ ഇവരൊക്കെ വന്നിട്ടും ഇത്രത്തോളം ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നു, അധികാരം ഇവിടുന്ന് പിടിച്ചെടുത്തു. അതിനുശേഷം അവർക്കെതിരെ സീരീസ് ഓഫ് കലാപങ്ങളാണ് ഉണ്ടാകുന്നത്. അതിലൊന്നാണ് എന്താണ്? മുണ്ടാർ റെബല്യൻ. വാട്ട് ആർ ദ കോസസ് ഓഫ് മുണ്ടാർ റെബല്യൻ? ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, ലാൻഡ് ഗ്രാബിംഗ്. പ്രധാനപ്പെട്ട കാരണം എന്താണ്? കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനും ലാൻഡ് ഗ്രാബിങ്ങും. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മർച്ചൻസ്. മറ്റു കാരണമാണ് എന്തോന്ന്? ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മണി ലെൻഡേഴ്സ്. കൊള്ളപ്പലിശക്കാരെന്ത് ചെയ്യുന്നു? കൂടുതൽ പൈസ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഈ പാവപ്പെട്ട കർഷകരിൽ നിന്ന്. ഇൻ 1899 ദ മുണ്ട ട്രൈബ് സ്റ്റാർട്ടഡ് ആൻ ആംഡ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ട്രഗിള്, ആയുധമെടുത്ത് പോരാടൽ എവിടെ തുടങ്ങി? ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങി. There were clashes with the British police at many places and many Munda tribesmen were killed in the firing in Ranchi. അപ്പോൾ റാഞ്ചിയിലുണ്ടായ വെടിവെപ്പിൽ ഒരുപാട് മുണ്ട ട്രൈബ്സുകൾ മരിച്ചു. ബിർസ മുണ്ട എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഇത് ഈ കലാപം ഓർഗനൈസ് ചെയ്തത്. ആ പുള്ളി എന്ത് ചെയ്തു? ആ വ്യക്തിയെ ജയിലിലിട്ടു, കൊന്നുകളഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് അതർ ട്രൈബ്സ് റിവോൾട്ട് ഇൻ ഇന്ത്യ. നോക്കൂ, സീരീസ് ഓഫ് ട്രൈബൽ റിവോൾട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടായി. പ്രധാനപ്പെട്ട ട്രൈബൽ റിവോൾട്ടുകൾ ഏതൊക്കെയാണ്? സ്ഥലം എവിടെ നോക്കാം? പഹാരിയ റെബല്യൻ, ഹിമാചൽ പ്രദേശിലുണ്ടായ മറ്റൊരു കലാപമാണ് പഹാരിയ റെബല്യൻ. കോൾ റെബല്യൻ ചോട്ടാ നാഗ്പൂരിലാണ്. കാസി റെബല്യൻ മേഘാലയയിലാണ്. ബീൽ റെബല്യൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ്. മുണ്ട റെബല്യൻ ജാർഖണ്ഡിലാണ്.
അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ സീരീസ് ഓഫ് റെബല്യൻസ് ഉണ്ടായി. ആ റെബല്യൻ ഒരുപാട് കലാപങ്ങളുണ്ടായി. ആ കലാപങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടെ വീഡിയോ കണ്ട് പഠിക്കാം. അതുപോലെ തന്നെ നോട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ആയിട്ടുള്ളതും എളുപ്പം പഠിച്ചെടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് ലഭിക്കും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയാവും. ഓക്കെ, ഇത് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യുദ്ധം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു യുദ്ധത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, എ പോളിഗാർ ഓഫ് പാഞ്ചാലം. ഇപ്പോൾ പാഞ്ചാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുറിച്ചിയാറ്റ്, തിരുനെൽവേലി and Maruthu Pandya brothers, Poligas of Chivagangi, played an important role in the struggle against the British. As a renowned protector of his people, Kattabomman had a good relationship with these people. The Poligar was also responsible for collecting taxes from people. The ruler of Panjalam Guruji surrendered to the British, but Kattabomman was not willing to do so. അതായത് ഇപ്പോൾ പാഞ്ചാലം കുറിശി എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള റൂളർ കട്ടബൊമ്മൻ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ഈ കട്ടബൊമ്മനാണ് ഈ ആൾക്കാരിൽ നിന്ന് ടാക്സ് ഒക്കെ പിരിച്ചിരുന്നത്. അപ്പോൾ പുള്ളി ഈ ആൾക്കാരുമായിട്ട് നല്ല ബന്ധത്തിലാണ്. പക്ഷേ ഈ സ്ഥലം ഭരിച്ചിരുന്ന രാജാവ് ബ്രിട്ടീഷുകാർ കീഴടങ്ങിയതോടുകൂടി കട്ടബൊമ്മൻ ആകെ പ്രതിസന്ധിയിലായി. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പുള്ളിയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി. അതിനുശേഷം എന്ത് സംഭവിച്ചു? The fact that Kattabomman questioned the tax collection by the British made him their enemy. Kattabomman and the Maruthu Pandya brothers, who were polygars of Shivagangi, fought against the British and died as heroes. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ച രണ്ടുപേരാണ് ഈ പറഞ്ഞ വീരപാണ്ഡ്യ കട്ടബൊമ്മയും പിന്നെ പാണ്ഡ്യ ബ്രദേഴ്സ്, മരുത് പാണ്ഡ്യ ബ്രദേഴ്സ്. ഓക്കെ, ഇനി ആറ്റിങ്ങൽ റിവോൾട്ട് നോക്കൂ. കേരളത്തിലുണ്ടായ ഒരു റിവോൾട്ടാണ് ആറ്റിങ്ങൽ റിവോൾട്ട്. അത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. ബ്രിട്ടീഷുകാർ വന്ന ആ ഒരു ടൈമിലാണ് ഉണ്ടാകുന്നത്, 1721 കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണി എന്ന് പറയുന്ന തിരുവിതാംകൂറിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ഒരു ഫോർട്ട് പണിയാൻ അനുവാദം വാങ്ങിക്കുന്നു. ഓക്കെ, അവർ ഫോർട്ടൊക്കെ പണിതു, കച്ചവടം ചെയ്യുന്നു, കുരുമുളക് ശേഖരിച്ചു വയ്ക്കുന്നു. പക്ഷേ ഈ ഫോർട്ടിന്റെ നേതാക്കളും അല്ലെങ്കിൽ ഗീഫോർഡ് എന്നാണ് പുള്ളിയുടെ പേര്, അദ്ദേഹവും ഈ ആറ്റിങ്ങൽ റാണിയും തമ്മിലുള്ള ബന്ധം, സമ്മാനങ്ങൾ കൊടുത്തും വാങ്ങിയൊക്കെയുള്ള ഒരു ബന്ധം, ഇതിനിടയിലുള്ള ലോർഡ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പ്രഭുക്കൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി തിരിയുകയാണ്. ആ തിരിയുന്നതിന്റെ ഭാഗമായിട്ട് 5 തെങ്ങിൽ ഒരു കലാപം ഉണ്ടാവുകയാണ്. ആ കലാപം ബ്രിട്ടീഷുകാർ പിടിച്ചമർത്തുന്നു. അതിനുശേഷം ഉണ്ടായ ഒരു കലാപമാണ് 1721 ആറ്റിങ്ങൽ റിവോൾട്ട്. ഈ ആറ്റിങ്ങൽ റിവോൾട്ടിലാണ് എന്ത് സംഭവിക്കുന്നത്? ബ്രിട്ടീഷുകാരെ ഈ പറഞ്ഞ നാട്ടുകാരും അവിടുത്തെ ലാൻഡ് ലോർഡ്സും ഒക്കെ ചേർന്നിട്ട് ആക്രമിച്ച് കീഴടക്കുന്നു. ഏകദേശം 140ഓളം പേര് മരിക്കുന്നു കേട്ടോ. 140 led by Gifford arrived to give gifts to the Attingal Rani, despite the opinion that it was sufficient to give gifts only through the landlords. അപ്പോൾ ലാൻഡ് ഗിഫ്റ്റ് തരാൻ പറഞ്ഞു, പക്ഷെ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആക്രമിക്കുന്ന ഏകദേശം 140ഓളം പട്ടാളക്കാരെ കൊന്നുകളയുന്നു. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. 1721 നടക്കുന്നത് കേട്ടോ. ഇനി കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ഒരു വ്യക്തിയാണ്. ഓക്കെ, കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്നത് ഇനി മറാത്ത ഭരണത്തിന് കീഴിലായിരുന്നു ഈ പറഞ്ഞ കിട്ടൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം. അത് കർണാടകയിലാണുള്ളത് കിട്ടൂർ. പക്ഷേ ഈ ആംഗ്ലോ മറാത്ത വാറിൽ ബ്രിട്ടീഷുകാർ ജയിച്ചതോടുകൂടി കിട്ടൂർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും രാജാവിന് മക്കളില്ല എങ്കിൽ മറ്റൊരു കുട്ടിയെ ദത്തെടുക്കാൻ സാധിക്കില്ല. ആ രാജ്യം നേരെ എവിടേക്ക് പോകും? ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകും. ആ പോളിസി പ്രകാരം റാണി ചെന്നമ്മയുടെ കയ്യിൽ നിന്നും ചെന്നമ്മയുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഈ രാജ്യം പിടിച്ചെടുക്കുന്നു. ഓക്കെ, 1829 ബ്രിട്ടീഷ് തടവിലാണ് ചെന്നമ്മ മരിക്കുന്നത് കേട്ടോ, റാണി ചെന്നമ്മ മരിക്കുന്നത്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന്റെ അന്ത്യം കുറിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയ യുദ്ധമാണ് 1757 റിവോൾട്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നോ ആഭ്യന്തര യുദ്ധമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. 1857 റിവോൾട്ട്. ഈ റിവോൾട്ട് എങ്ങനെയാണ് ഇന്ത്യയെ
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മോചിപ്പിച്ച് ബ്രിട്ടീഷ് ക്യൂനിന്റെ നേതൃത്വത്തിലേക്ക് ഭരണത്തിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിനകത്തുണ്ടായെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, എന്താണ് ഇതിന്റെ ഒന്നാമത്തെ കോസ് എന്ന് പറഞ്ഞാൽ കർഷകരുടെ കഷ്ടപ്പാട്, മിസറീസ് ഓഫ് ഫാമേഴ്സ്, പോവർട്ടി ഓഫ് ദ ക്രാഫ്റ്റ്മാൻ. അതായത് ഈ പറഞ്ഞ കരകൗശലക്കാരും കൃഷിക്കാരും ഒക്കെ അവരുടെയൊക്കെ ജീവിതം എന്താണ്, കഷ്ടപ്പാടിലേക്ക് കടക്കുന്നു. ഇതാണ് മറ്റൊരു കാരണം. ഇനി രാജാക്കന്മാർക്ക് അതൃപ്തി, കാരണം അവരുടെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നു. എങ്ങനെ പിടിച്ചെടുക്കുന്നത്? കുട്ടിയില്ല എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുന്നു. അതുപോലെ പിന്നെന്താണ്, പട്ടാളത്തെ നിർത്തി സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞ അലയൻസ് ിലൂടെ പിടിച്ചെടുക്കുന്നു. ഏതെങ്കിലും നാട്ടുരാജ്യങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായാൽ അതിന്റെ പേരിൽ പിടിച്ചെടുക്കുന്നു. അങ്ങനെ പലതരത്തിലൂടെ ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? കലാപം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ബ്രിട്ടീഷുകാർ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ ശിപ്പായികൾ എന്നാണ് വിളിച്ചിരുന്നത്. ആ ശിപ്പായികളെന്ന് വിളിക്കുന്നതിന്റെ പേരിലും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ പരിഗണനയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിലും പ്രശ്നമുണ്ടാവുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം എന്താണ്? മിസറീസ് ഓഫ് ഫാമേഴ്സ്, പോവർട്ടി ഓഫ് ദ ക്രാഫ്റ്റ്മാൻ, ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, മിസറീസ് ഓഫ് സിപ്പോയ്സ്, കർഷകരുടെ ദുരിതം, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, അതുപോലെ രാജാക്കന്മാരുടെ അസംതൃപ്തി, അതുപോലെ സൈനികരുടെ അസംതൃപ്തി. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരെ നടന്ന ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കലാപമാണ് ഈ 1857 റിവോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് വിളിക്കുന്നത് ഇതിനെ. ഇതിനകത്ത് ആരൊക്കെയാണ്? കർഷകരുണ്ടായിരുന്നു, ആർട്ടിസൻസ് ഉണ്ടായിരുന്നു, നേറ്റീവ് കിങ്സ് ഉണ്ടായിരുന്നു, സോൾജേഴ്സ് ഉണ്ടായിരുന്നു, ലാൻഡ് ലോർഡ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ദാറ്റ് ലെഡ് ടു റിവോൾട്ട്. കലാപത്തിന് കാരണമായ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. സബ്സിഡറി അലയൻസ് പോളിസി, സൈനിക സഹായ വ്യവസ്ഥ. അതായത് ഒരു നാട്ടുരാജ്യത്തിന് ഒരു പട്ടാളത്തിന് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ നാട്ടുരാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു പട്ടാള സെക്ഷനെ അയക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പട്ടാളക്കാരുടെ ചെലവ് നോക്കണം, യുദ്ധത്തിനായിട്ട് നോക്കണം. അത് മാത്രമല്ല, ഈ പട്ടാളക്കാരെ നിയന്ത്രിക്കാനായിട്ട് രാജകൊട്ടാരത്തിൽ ഒരു റെസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവി, ഇന്നത്തെ ഗവർണറിനെയൊക്കെ പോലെ ഒരു റെസിഡന്റ് എന്നുള്ള പദവി അവിടെ വയ്ക്കുന്നു. ഈ റെസിഡന്റ് എന്ത് ചെയ്യണം? ഈ റെസിഡന്റ് രാജാവുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. ഈ റെസിഡന്റ് തീരുമാനിക്കും രാജാവ് ഏത് നാട്ടുരാജ്യമായിട്ട് യുദ്ധം പോകണമെന്ന്. അതുപോലെ തന്നെ ഏതെങ്കിലും നാട്ടുരാജ്യമായിട്ട് കരാറിടണമെങ്കിൽ പോലും ഈ റെസിഡന്റ് വൈസ്രോയെ അറിയിച്ച് ഗവർണർ ജനറലിനെ അറിയിച്ച് ഗവർണർ ജനറൽ ഉത്തരവ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. രണ്ടാമത് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശം, അതായത് ഒരു രാജാവിന് കുട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു കുട്ടിയെ ദത്തെടുക്കാൻ പാടില്ല. എന്ത് ചെയ്യേണ്ടി വരും? ഈ രാജകൊട്ടാരവും രാജ്യവും എല്ലാം എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് പോകും. ഇതാണ് മറ്റൊരു കാരണം. ഇനി പെട്ടെന്നുണ്ടായ കാരണം എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്നുണ്ടായ കാരണം നോക്കൂ, ബ്രിട്ടീഷുകാർ ഒരു പുതിയ എൻഫീൽഡ് റൈഫിള് മുന്നോട്ട് വെച്ചു. അതിന്റെ കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഗ്രീസ്ഡ് പേപ്പറാണ്, ഗ്രീസ് തേച്ചിട്ടുള്ള പേപ്പറാണ്. ഈ പേപ്പർ കടിച്ചൂരണം. അങ്ങനെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്യുണ്ടായി. ഗ്രീസ് തേച്ച, അതായത് പശുവിന്റെയും പന്നിയുടെയും നെയ്യുള്ള ഗ്രീസ് തേച്ച ആ ഒരു കാട്രിഡ്ജ് എന്താണ്, കടിച്ചു വലിച്ചൂരണം എന്നുള്ളതാണ് ആ ഒരു ഇത്. അപ്പൊ അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. ഓക്കെ, അങ്ങനെ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് ഇത് കടിച്ചൂരുന്നതിൽ വിസമ്മതിച്ചു. അതിലൂടെ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെന്ത് പിടിക്കുകയും അതിനുശേഷം എന്താണ്, തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഏപ്രിൽ 1857 എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു. അങ്ങനെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറുന്നു ആര്? മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അതിനുശേഷം മംഗൾ പാണ്ഡെ വധത്തിന് ശേഷം സൈനികർ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ കലാപങ്ങളെയൊക്കെ ബ്രിട്ടീഷുകാർ ശക്തമായി അടിച്ചമർത്തുന്നു. ബഹദൂർ ഷാ രണ്ടാമനെയൊക്കെ നാട് കടത്തുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ആരൊക്കെ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തതെന്നുള്ളത്. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? ദ റിബൽസ് ഡിക്ലെയർഡ് ഹിം ദ എംപറർ ഓഫ് ഇന്ത്യ. അപ്പോൾ റിബൽസ് ഇദ്ദേഹത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. ആഫ്റ്റർ ദ റെവല്യൂഷൻ ദ ബ്രിട്ടീഷ് എക്സൈൽഡ് ഫ്രം ഹിം ടു റംഗൂൺ. ഇദ്ദേഹത്തെ റംഗൂണിലേക്ക് നാട് കടത്തുന്നു. ആരെയും? ഈ പറഞ്ഞ ബഹദൂർ ഷാ രണ്ടാമനെ രംഗൂണിലേക്ക് നാട് കടത്തി കേട്ടോ. കലാപം ശക്തമായി അടിച്ചമർത്തിയ ശേഷം രംഗൂണിലേക്ക് നാട് കടത്തി. ഇനി ഇദ്ദേഹത്തിനെ സഹായിച്ച വ്യക്തിയാണ് ജനറൽ ഭക്ത് ഖാൻ. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജനറൽ ഭക്ത് ഖാൻ. അത് മിലിറ്ററി ജനറൽ ഓഫ് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്തു. ഇനി ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ് അദ്ദേഹം
എന്താണ് ഈ കലാപം നയിച്ചത്? അതിനെ റൂളർ ഓഫ് ഝാൻസി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. റൂളർ ഓഫ് മറാത്തയാണ്. ഇനി താന്തിയ തോപ്പി എവിടെയാണ്? നാനാ സാഹിബ്സ് ആർമി ചീഫാണ്. അതുപോലെ ഗറില്ല വാർ യുദ്ധങ്ങളാണ് ആര് നടപ്പിലാക്കിയത്? താന്തിയ തോപ്പി നടപ്പിലാക്കിയത്. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ് റൂളർ ഓഫ് ഔദാണ്. ഇനി ബീഹാറിലെ എവിടെയാണ്? കൻവർ സിംഗ് ഫാമർ ലോർഡ് ഓഫ് ജഗദീഷ്പൂർ കേട്ടോ. ഇനി 1857 റിവോൾട്ട് ഉണ്ടായി, ശക്തമായി ഉണ്ടായി, അടിച്ചമർത്തി അല്ലെ. അപ്പൊ നോക്കൂ എന്തൊക്കെയാണ് ശേഷം ഉണ്ടായത്? ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ കെയിം ടു ആൻ എൻഡ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമ്പനി ഭരണം അവസാനിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ പോയിട്ടില്ല, കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്ട് കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് ക്യൂവിന്റെ ഡയറക്റ്റ് കൺട്രോളിലേക്ക് എന്ത് മാറി? ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ മാറി. ദ പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടായിരുന്നത് അത് മാറി, വൈസ്രോയി ആയിട്ട് മാറി. വിച്ച് സെർവ്ഡ് ആസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ ഇന്ത്യാസ് ലേറ്റർ നാഷണൽ മൂവ്മെന്റ്. പിന്നീട് ഉണ്ടായ നാഷണൽ മൂവ്മെന്റുകളെയൊക്കെ വളരെ ശക്തമായി സ്വാധീനിച്ച ഒരു സംഗതിയാണ് ഏത്? ഈ പറഞ്ഞ 1857 റിവോൾട്ട്. ഈ 1857 റിവോൾട്ടിലൂടെ എന്താണ്? രാജ്യം അടുത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ മക്കളെ, ഇന്ന് നമ്മൾ പഠിച്ചത് നമ്മൾ വിദേശാധിപത്യം എങ്ങനെ ആരംഭിച്ചു, എവിടെ നിന്ന് ആരംഭിച്ചു, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചതെന്ന്. അപ്പൊ നമുക്കിതൊന്ന് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. എന്താണ്? ആദ്യം ഇന്ത്യയിലേക്ക് വരുന്നത് പോർച്ചുഗീസുകാരാണ്, വാസ്കോ ഡ ഗാമയാണ് വരുന്നത്. അവർ വന്നിട്ട് കുരുമുളകും മറ്റു കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അല്ലെ. പിന്നെ അതിനുശേഷം തൊട്ട് പിന്നാലെ വരുന്നു ആര്? ഡച്ചുകാർ വരുന്നു. ഡച്ചുകാർ വന്ന് അവരുടെ ആധിപത്യം നേടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയും അവർ പല ചലഞ്ചസും ഏറ്റെടുത്ത് അവര് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങുകയാണ്. പിന്നീട് വന്നതാണ് ബ്രിട്ടീഷുകാർ, പിന്നെ വന്നു ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു. ആ കോൺഫ്ലിക്റ്റിലൂടെ ഫ്രഞ്ചുകാർ ഒതുങ്ങുന്നു. പിന്നെ ആരാണ് വലുതായത്? ബ്രിട്ടീഷുകാരാണ് വലുതായത്. അവരെങ്ങനെയാണ് അവിടെ വലുതായത്? ഈ രാജാക്കന്മാർക്കിടയിലുള്ള ഡിസ്യൂണിറ്റി അവർ മുതലെടുത്തു. ആ ഡിസ്യൂണിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നു? ഇന്ത്യ മുഴുവൻ അവർ അവരുടെ കോളനിയാക്കി മാറ്റുന്നു. ഈ കോളനി ഭരണത്തിലൂടെ അവരുടെ രാജ്യത്തെ സമ്പത്ത് അവർ വർദ്ധിപ്പിക്കുന്നു, അവരുടെ ആർമിയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു അല്ലെ. അങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. ആ ചൂഷണത്തിനിരയായ ജനങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നു. അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു. ആറ്റിങ്ങൽ റിവോൾട്ട്, മുണ്ട കലാപം, പിന്നെ അതുപോലെ തന്നെ സാന്താൾ റെബല്യൻ, ഇങ്ങനെ തുടങ്ങി സീരീസ് ഓഫ് കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാകുന്നു. അങ്ങനെ അതിലേറ്റവും ഒടുവിലുണ്ടായതാണ് 1857 റിവോൾട്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലെ. എങ്ങനെയാണ് അതുണ്ടാവാൻ കാരണം? രാജാക്കന്മാർക്ക് അതൃപ്തിയായിരുന്നു. കാരണം കുട്ടിയില്ല എങ്കിൽ മറ്റൊരു കുട്ടിയെ ദത്തെടുക്കാൻ സാധിക്കില്ല, ആ രാജ്യം നേരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകും. അതുപോലെ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പോളിസി കൊണ്ടുവന്നു. അതിലൂടെയും രാജ്യങ്ങൾ പിടിച്ചടക്കുന്നു. എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യുന്നു? പട്ടാളത്തെ ഒരു രാജ്യത്ത് നിലനിർത്തിക്കാൻ വിടുന്നു. എന്നിട്ട് യുദ്ധത്തിനൊക്കെ ഈ പട്ടാളത്തെ ഉപയോഗിക്കുന്നു. ഇതിന്റെ ക്യാഷ് ആയിട്ട് ബ്രിട്ടീഷുകാർ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥലം ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. ഇങ്ങനെ സീരീസ് ഓഫ് പോളിസികളിലൂടെ അവര് ഇന്ത്യ പിടിച്ചടക്കുന്നു. ഇന്ത്യ പിടിച്ചടക്കിയ ശേഷം നോക്കൂ, 1857 റിവോൾട്ട് ഉണ്ടാകുന്നു. ആ റിവോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവാനുണ്ടായ കാരണം ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിലുണ്ടായ ഒരു അസംതൃപ്തിയാണ്. അവരെന്ത് സംഭവിച്ചു? അതായത് ഒരു പുതിയൊരു തോക്ക് കൊണ്ടുവരുന്നു. എൻഫീൽഡ് എന്നാണ് തോക്കിന്റെ പേര്. ആ തോക്ക് കടിച്ചു ഊരണം, അതിന്റെ കാട്രിഡ്ജ് കടിച്ചു ഊരണം. അതിനകത്ത് ഗ്രീസ് തേച്ചിട്ടുണ്ട്. ആ ഗ്രീസ് എന്ന് വെച്ചാൽ പന്നിയുടെ നെയ്യ് കൊണ്ടുണ്ടാക്കിയെന്നാണ് പറഞ്ഞു പരത്തിയത്. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞു. അതിന്റെ ഫലമായി വലിയ ശക്തമായ കലാപങ്ങൾ ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ കലാപത്തെ എല്ലാം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നു. പക്ഷേ ഒരു ഗുണമുണ്ടായി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതിലൂടെ ക്യൂൻ ഭരണം രാജ്യത്തേക്ക് വരുന്നു. ബ്രിട്ടീഷ് രാജാവ് ഭരിക്കാൻ തുടങ്ങി, രാജഭരണം വരാൻ തുടങ്ങി. ഗവർണർ ജനറൽ മാറി, വൈസ്രോയി വന്നു. അങ്ങനെ പിന്നെ ഉണ്ടായ സ്വാതന്ത്ര്യ സമരങ്ങൾക്കെല്ലാം ഒരു പ്രചോദനമായി മാറിയതാണ് ഏത്? ഈ നമ്മുടെ 1857 വിപ്ലവം. അപ്പോൾ ഇതിലൂടെ ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളവരൊക്കെ ഒന്നുകൂടെ ഈ ചാപ്റ്റർ കണ്ടു നോക്കുക, വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. നോട്ട് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതിലൂടെ നോട്ട് നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.